ഇന്നൊരു വാട്ടായിട്ടിന് ഡേ ഇൻ യൂണിവേഴ്സിറ്റി കണ്ടാലോ. രാവിലെ 7:30 സമയം. യൂണിവേഴ്സിറ്റിയിൽ നല്ല മഞ്ഞാണ്. അപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെസ്സ്. യൂണിവേഴ്സിറ്റിയിലെ ഗേൾസിന് 2 മെസ്സാണുള്ളത്. അതിൽ ഹോസ്റ്റലും മെസ്സും കൂടെയാണ് ഇവിടെ ഉള്ളത്. ഇത് വന്നിട്ട് PhDക്കാരുടെ ഹോസ്റ്റലാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പൂരിയും ഉരുളക്കിഴങ്ങ് കറിയുമാണ്. അധിക പിള്ളേരുടെയും ഫേവറേറ്റ് ഫുഡാണിത്. പക്ഷേ എനിക്കെന്തോ അത്ര ഇഷ്ടമല്ല. എന്നാലും ഞാൻ വിശന്നിരിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 പൂരിയും കുറച്ച് കറിയും മാത്രമേ എടുത്തുള്ളൂ. മെസ്സിലാണെങ്കിൽ നമുക്ക് ഡെയിലി രാവിലെ കോഫി ഡെക്കോഷനും പിന്നെ പാലും കിട്ടും. അപ്പം ഞാൻ ആദ്യം പോയിട്ട് ഡെക്കോഷൻ എടുത്തു. അതിൽ പഞ്ചസാരയും നമുക്ക് കിട്ടും, നമുക്ക് ആവശ്യത്തിന് ഇടാം. ഇവിടെ രാവിലെ ഇവർ ചായയൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. വൈകുന്നേരം ഒരു ചായ മാത്രം നമുക്ക് കിട്ടും. അപ്പം കാപ്പി മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. പിന്നെ ആണെങ്കിൽ നമുക്ക് പാല് കിട്ടും. അപ്പം അങ്ങനെ എടുത്തിട്ട് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കാം. നമുക്ക് വേണമെങ്കിൽ ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ കൊണ്ടുവന്ന് പാലിൽ കലക്കി കുടിക്കാനും പറ്റും. പാല് മാത്രം സെപ്പറേറ്റ് ചെയ്ത് തരുന്നതുകൊണ്ട്. ഇതാണ് നമ്മുടെ മെസ്സിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉള്ളത്. ഇത് കുറച്ചും കൂടി ചെറിയ മെസ്സാണ്. വലിയ മെസ്സ് അപ്പുറത്തുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പാത്രം തന്നെ നമ്മൾ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് അവിടെ വെച്ചാൽ മതി. അവരെന്നാണ് ക്ലീൻ ചെയ്യുന്നത്. ഉച്ചയ്ക്കാണെങ്കിൽ എല്ലാ ദിവസവും തൈരോ അല്ലെങ്കിൽ മോരോ ഉണ്ടാവും. ഈ തൈരാണ് നമ്മുടെ ഇവിടെ ഒരു സർവൈവലിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ക്യാബേജ് ഉപ്പേരിയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. പിന്നെ എല്ലാ ദിവസവും നമുക്ക് പപ്പടവും അച്ചാറും ഉണ്ടാവും. അപ്പം എത്ര പപ്പടമാണെങ്കിലും അവർ തരും. ഇത് പപ്പടമല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ അപ്പളാണ്. എനിക്കിത് ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളത് കഴിക്കില്ല. അപ്പോൾ അടുത്തത് എനിക്കപ്പോൾ അവളുടെ പപ്പടം തരികയാണ് ചെയ്യുന്നത്. പിന്നെ ചോറെടുത്തു. ഇവിടെ ഈ ഒരു റൈസാണുള്ളത്. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ പൊന്നിയല്ല, എന്നാൽ ഒരു റേഷനറിയൊക്കെ വൈബുള്ള സാധനമാണ്. പിന്നെ പരിപ്പ് കറി ഉണ്ടാവും. പിന്നെ ചില ദിവസങ്ങളിൽ കാരക്കുളമ്പ് അല്ലെങ്കിൽ സാമ്പാർ, പിന്നെ മോര് കറി അങ്ങനെയൊക്കെയാണ് ഉണ്ടാവല്. ഇന്ന് വന്നിട്ട് പരിപ്പ് കറിയായിരുന്നു ഇത്. എനിക്ക് പിന്നെ അച്ചാറും രസവും ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല. അതും കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം. അത് കഴിഞ്ഞ് രാത്രി വന്നിട്ട് ചപ്പാത്തിയും ചോറും ഉണ്ടാവും. ഞാൻ രാത്രി എപ്പോഴും ചപ്പാത്തിയാണ് എടുക്കൽ. പിന്നെ ഇന്ന് എഗ്ഗായിരുന്നു. അപ്പോൾ ഞാനൊരു എഗ്ഗ് എടുത്തു. പിന്നെ വെജുകാർക്ക് ഇന്ന് ഗോബി മഞ്ചൂരിയനാണ്. പക്ഷെ ഞാനത് ഓർത്തില്ല, അതുകൊണ്ട് ഞാൻ എഗ്ഗ് എടുത്തു. പിന്നെ നമുക്ക് എഗ്ഗിൻ്റെ കറിയും കൂടെ ഉണ്ടാവും. മറ്റേത് പുഴുങ്ങിയ മുട്ട നമുക്ക് തരികയാണെങ്കിൽ ഇതിൽ അവർ മുട്ട ഇങ്ങനെ പൊട്ടി ചോദിച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.